ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. നിങ്ങളോട് അത് കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ ചോദിക്കാനുള്ളത്. ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും, ഉത്തരം ഞാൻ തന്നെ പറയും. നിങ്ങൾ ആരും കമൻസിൽ ഒന്നും രേഖപ്പെടുത്താറില്ല. നിങ്ങൾ എന്തെങ്കിലും നമ്മൾക്ക് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടുന്നില്ലയോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്തെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു ഹാർട്ടായാലോ എന്തെങ്കിലും എസ് ഓർ നോ അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമൻറ്റ് നിങ്ങൾ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങൾ രേഖപ്പെടുത്തുന്ന കമൻസുകളാണ് കേട്ടോ നമ്മളെ റീച്ചുകളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ നമ്മളിപ്പോഴുള്ള കുഞ്ഞു ചാനലുകളെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചോദിക്കുന്നത് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫീസറായ, അതായത് ഒരു പോലീസ് ഓഫീസർ അവരുടെ കർത്തവ്യം നിർവഹിക്കുന്ന സമയത്ത് പോലും അവർ സുരക്ഷിതരല്ല. ഈ ഒരു ആൾക്കൂട്ടത്തിൽ പോലും സുരക്ഷിതരല്ലാത്ത ഇവര് ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ 100 പേരിൽ മാത്രമാണ് ആ വീഡിയോ ഒതുങ്ങി നിൽക്കുന്നത്. ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക കേട്ടോ. ആ വീഡിയോ ഒന്ന് കണ്ട് നോക്കുക. അതിൽ ഓരോ സ്ത്രീകളും അനുഭവിക്കുന്ന അവരുടെ വിഷമങ്ങൾ, ആ ഒരു പോലീസ് ഓഫീസർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ സാധാരണക്കാർക്ക് എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ വന്ന അതല്ല. സ്ത്രീകൾ എവിടെയായാലും അവർക്ക് ഒരു ചോദ്യചിഹ്നമാണ് കേട്ടോ. ഒരു സ്ത്രീ ഒരു സ്ഥലത്ത് നിന്ന് ഫോൺ ചെയ്താൽ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. സ്ത്രീകൾ ഫോൺ ഉപയോഗിക്കുന്ന തെറ്റ്, സ്ത്രീകൾ രാത്രിയിൽ ഒറ്റയ്ക്ക് പോകുന്ന തെറ്റ്, എല്ലാം തെറ്റാണ്. അതെന്താണ്? സ്ത്രീ പുരുഷ ഇക്വാളിറ്റി അവകാശപ്പെടുന്ന ഈ ഒരു രാജ്യത്ത് എന്താണ് സ്ത്രീകൾ ചെയ്യുന്ന ഇത്രമാത്രം തെറ്റെന്താണ്? ഞാൻ ഇത് പറയാൻ കാരണം, നമ്മുടെ നടനായ വലിയൊരു മഹാൻ നടനാണ് നമ്മുടെ സലീം കുമാർ എന്ന് പറയുന്നത്. സലീം കുമാർ ഒരു DCCയുടെ ഒരു പ്രോഗ്രാമിനെത്തിയ സമയത്ത് അവിടെ പ്രസംഗിക്കുന്നതിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ രേഖപ്പെടുത്താം. അതിൽ പറയുന്നത്, അദ്ദേഹം റോഡിൽ ഇറങ്ങിയ സമയത്ത് എല്ലാ സ്ത്രീകളുടെ കയ്യിലും മൊബൈൽ ഫോണാണെന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു പുരുഷന്മാരെ പോലും കണ്ടില്ല അല്ലേ മൊബൈൽ ഉപയോഗിക്കുന്ന? ഫുൾ സ്ത്രീകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ആ ക്ലിപ്പിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. ഇന്ന് സാംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് ജനങ്ങൾക്ക് സമയമില്ല. ഞാനും എൻ്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ആയിട്ട് ബന്ധമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വായനശാലയിൽ ചെന്നാൽ കാണാം, ഒരു ചായക്കടയിലെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ കാണാം, അല്ലെങ്കിൽ മരണ വീടുകളിൽ ചെന്നാൽ കാണാം, കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം. എവിടെ ചെന്നാലും സദ്യ ഉണ്ണുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണാണ്. കാലഘട്ടം മാറിയിരിക്കുകയാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണാണ്. എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് സെറ്റില്ലാത്ത ഒരു ആളുകൾ പോലും കാണില്ല. എല്ലാവരുടെ കയ്യിൽ ഫോണാണ്, എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും അത് ദുരുപയോഗമാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കില്ലേ. അതായത് ആവശ്യത്തിന് കോളുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ കൂട്ടത്തിൽ എല്ലാവരും ഒരേ ഒരു കണ്ണിലൂടെ കാണാൻ പാടില്ല കേട്ടോ. കാര്യം, ഇന്നത്തെ കാലത്തിൽ കുഞ്ഞു മക്കൾ, അതായത് കൊച്ചു കുട്ടികൾ ഫോൺ ഉപയോഗിക്കുന്നത് റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, അത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ SM വുമൻസ് കോളേജ്, കൊല്ലം SM വുമൻസ് കോളേജിലാണ് പഠിച്ചത്. പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോളേജിൽ മൊബൈൽ അലൗഡ് അല്ലായിരുന്നു. മൊബൈൽ ചെക്ക് ചെയ്യപ്പെടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ടോയെന്ന് തോന്നുന്നു. ഞങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ ആ ഒരു 3 വർഷ കാലയളവിൽ ഞങ്ങളുടെ കോളേജിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. വുമൻസ് കോളേജാണ്, ഞങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അതിന് തൊട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫോൺ എപ്പോഴും ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാമായിരുന്നു. അതൊക്കെ നല്ലൊരു കാര്യമാണ്. അതിലൊന്നും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, എതിരല്ല. അതൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഓരോരോ ഏജ് ലിമിറ്റ് ഉണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ ഫോൺ യൂസ് ചെയ്യാനായിട്ട്. ഞാൻ അതുലിൻ്റെ റിയാക്ഷൻ വീഡിയോയിൽ കണ്ടായിരുന്നു. ഒരുപാട് സ്കൂൾ കാലഘട്ടത്തിലെ കുട്ടികൾ ഫോൺ ഉപയോഗിച്ചാൽ വഴിതെറ്റി പോകുമെന്ന് പറയുന്നുണ്ട്. അത് ഒരു 90% ശരിയാണ്. എന്നാലും 10% വേറെ കാര്യങ്ങളുണ്ട്. അതായത് വീടുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ കാണും, കൊച്ചു കുട്ടികൾ കാണുമ്പോൾ അവരൊക്കെ പേരൻസ് ജോലിക്ക് പോകുന്നവരായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തൊട്ടടുത്തുള്ള ആരെങ്കിലും കോൺടാക്ട് ചെയ്യാനായിട്ടൊക്കെ ഫോൺ കൊടുത്തിട്ട് പോകുന്ന വീടുകളുണ്ട്. അപ്പോൾ ആ ഒരു 10% അങ്ങനെ ഒരു ഗുണം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ അടച്ചെല്ലാവരും നമ്മളിങ്ങനെ അങ്ങ് കുറ്റം പറയാൻ പാടില്ല. അതുപോലെ തന്നെ മനുവിൻ്റെ ഇതിൽ പറയുന്ന കണക്ക്
നമ്മൾ താമസിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓരോ യുഗം മാറി മാറി പോവുകയാണ്, കാലഘട്ടം മാറി പോവുകയാണ്. നമ്മൾ ഈ കാലഘട്ടം, ഈ 2K കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല, ആ ഒരു ഇതറിയില്ല, ഇപ്പോൾ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നേഷൻ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിയെ പോലും അത് ബാധിക്കും അല്ലേ. നമുക്കത് അറിയില്ല, നമുക്ക് ആ ഒരു ക്വാളിറ്റി ഇല്ല, നമുക്ക് അതും നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. എന്തൊരു കാര്യത്തിനും ഒരു നാണയത്തിന് ഇരുവശങ്ങളുള്ളത് പോലെ ഒരു ഗുണവും ദോഷവും ഉണ്ട്, അത് മനസ്സിലാക്കണം. അതിന് വേണ്ടുന്ന ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. ഇതിനകത്ത് ഒരുപാട് ചതിക്കുഴികളുണ്ട്, സോഷ്യൽ മീഡിയ ആണ് ഇത്, ഫോൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട അതിനെക്കുറിച്ചുള്ള നോളജാണ് കൊടുക്കേണ്ടത്. അല്ലാതെ ആ ഒരു സംഭവം ഉപയോഗിക്കുന്നതിനെ മൊത്തത്തിൽ അങ്ങ് കുറ്റം പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. നമുക്ക് സലീംകുമാർ ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൂടെ കേട്ടിട്ട് വരാം. ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. ഈ തിരക്ക് നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് ഈ പറയണത്? ആരോടാ? പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും. ഒരാൾ വിളിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ, ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുന്നേ ഇല്ല. ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറും, അതുമില്ല. ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ, ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കേരളത്തിനോടൊക്കെ പരമപുച്ഛോ പുതിയ ആളുകൾക്ക്. അവർക്ക് ഇവിടെ നല്ല രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നവരും ഉണ്ട്, മോശമായ രീതിയിൽ ഫോൺ ഉപയോഗിക്കുന്നവരുണ്ട്. ഇപ്പം ഞാനൊരു ഇതിൽ കണ്ടതാണ് കേട്ടോ, നമ്മുടെ അച്ഛനമ്മമാരോട് സംസാരിക്കുകയാണെങ്കിൽ ആ അച്ഛൻ ഞാനിവിടെ എത്തി, അല്ലെങ്കിൽ അമ്മ ഞാനിവിടെ എത്തി, അത്രമേൽ നമ്മൾ സംസാരിക്കുള്ളൂ എന്ന് പറയാം. അതൊക്കെ തെറ്റാണ്. നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണ് കേട്ടോ, ഇനി അത് തെറ്റാണോ മോശമായിട്ടാണോ അറിയത്തില്ല. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ബസ് ഇറങ്ങി നടന്നു വരുന്ന സമയത്ത്, പിന്നെയാണ് 2 വീലർ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം നടന്നു വരുന്ന സമയത്ത് കുറച്ച് ദൂരമുണ്ട് നടന്ന് വരാനായിട്ട് വീട്ടിലോട്ട്. അപ്പം ഒറ്റയ്ക്ക് സൈഡിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു ബോറ് അടിക്കാൻ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ വിളിക്കുമായിരുന്നു. നടന്നു വരുന്ന സമയത്ത് നടന്നു വരുന്ന ആ ഒരു ദൂരം അറിയാതിരിക്കാനായിട്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് അമ്മയുടെ അടുത്ത് ഞാൻ സ്കൂളിൽ നടന്ന കാര്യങ്ങളും വരുന്ന കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഇന്ന് സലീംകുമാർ ചേട്ടൻ നീ പറഞ്ഞ ഈ ഒരു ഡയലോഗിൽ ഞാൻ ആലോചിക്കുകയാണ്, അയ്യോ അപ്പം നമ്മളെയൊക്കെ ആളുകൾ ആ ഒരു മോശം രീതിയിലായിരിക്കുമല്ലോ കണ്ടത് എന്ന് വിചാരിച്ച. നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ നമ്മളെ വീട്ടിൽ നമ്മുടെ അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് വന്നത്. വിളിച്ച് കാര്യങ്ങൾ പറയും, ഇന്ന കാര്യങ്ങൾ. ഇപ്പം വീട്ടിൽ വന്നാൽ ചിലപ്പോൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കാനുള്ള സമയം കാണത്തില്ല. വീട്ടിൽ നമുക്ക് വേറെ ജോലികൾ കാണും, ചിലപ്പോൾ പേപ്പർ വാല്യൂഷൻ, പേപ്പർ ചെക്ക് ചെയ്യാൻ കാണും, നോട്ട്ബുക്ക് ചെക്ക് ചെയ്യാൻ കാണും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ്. പിന്നെ വീട്ടിലെ ജോലികൾ കാണും. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഫോണിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇച്ചിരി സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ നമ്മൾ സംസാരിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ ഇന്ന് വെച്ച് ഈ സംസാരിച്ചവർ മോശമാണെന്നാണ് അർത്ഥം. അപ്പം അതുപോലെ തന്നെ എന്നാൽ ചില കുട്ടികളുണ്ട് റോഡ് പോലും ശ്രദ്ധിക്കില്ല, ക്രോസ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ എപ്പോഴും ഈ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അതിനെയല്ല ഞാൻ വിളിച്ച് പറയുന്നത്. ചിലരുടെ ജീവിത സാഹചര്യങ്ങളാണ്. ചിലപ്പം വീട്ടിൽ ചെന്ന് സംസാരിക്കാൻ പറ്റാത്തവർ കാണും. അത് കാമുകനെ തന്നെ ആവണമെന്നില്ല. സ്വന്തം വീട്ടിലേക്ക് വിളിക്കുന്നതിന് റെസ്ട്രിക്ഷനുള്ള അമ്മമാരും അതുപോലെ തന്നെ ഭാര്യമാരും കാണും. ചിലപ്പം ഭർത്താവിന് ചിലപ്പം ഭാര്യയുടെ വീട്ടുകാരോട് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അവരോട് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ മുമ്പിൽ വെച്ച് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഫാമിലി കാര്യങ്ങൾ സംസാരിക്കുന്ന കുടുംബസ്ഥർ കാണും. ചിലപ്പോൾ അവരുടെ ജോലി സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല, വീട്ടിൽ വന്നാൽ അതിനുള്ള സാഹചര്യമില്ല. അപ്പോൾ ആ സമയത്ത് അവർ പുറത്തു വരുന്ന സമയത്ത് സംസാരിക്കുന്നവർ കാണും. എല്ലാത്തിനും സ്ത്രീകളായതുകൊണ്ട് അതെല്ലാം അങ്ങ് മോശമാണെന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അതുപോലെ തന്നെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. നമ്മൾ ആരെങ്കിലും വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ, ഇപ്പം നമ്മളെ ഒരു ഫ്രണ്ട് വിളിക്കുമായിരിക്കും. ആ സമയത്തായിരിക്കും നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വിളിക്കുന്നത്. നിനക്ക് എപ്പോഴും അങ്ങ് കോൾ വെയിറ്റിംഗ് ആണല്ലോ. പക്ഷേ ഇവർ വിളിക്കുന്ന തൊട്ട് ഈ ഒരു സമയത്തായിരിക്കും മറ്റേവർ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന് മുമ്പെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ ഫോൺ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ അതൊന്നും ആരും ശ്രദ്ധിക്കില്ല. ഈ ഒരു ടൈമിൽ എപ്പോഴാണോ ഈ ഒരു കോൾ വരുന്നത് ആ സമയത്തായിരിക്കും 2 കോളുകളും ഒരേ സമയത്തായിരിക്കും സാഹചര്യത്തിലായിരിക്കും വരുന്നത്. അപ്പോൾ എടുക്കുമ്പോൾ നിങ്ങളുടെ കോൾ വെയിറ്റിംഗ് ആണല്ലോ, എപ്പോഴും എന്താ ഇത് ആരുമായിട്ടാണ്, ഒരു വല്ലാത്തൊരു സാഹചര്യങ്ങളാണ് കേട്ടോ അതൊക്കെ. ഇതൊന്നും ഇതുമായിട്ട് പറയാൻ വന്നതല്ല, ഞാൻ പറഞ്ഞ സ്ത്രീകളായത് കൊണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതേ സാഹചര്യം പുരുഷന്മാർക്ക് വന്നു കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യുന്നവരാണ്, അവർ പുറത്ത് വന്നവരാണ്, അവർ 1000 പേര് വിളിക്കും, അതൊന്നും പ്രശ്നമില്ല. സ്ത്രീകൾ എന്ത് ചെയ്താലും അത് കുറ്റമാണ്.
ഇതെന്താണ് ഈ ഒരു രീതി എന്താണ്? അതുപോലെ തന്നെ സലീംകുമാർ ചേട്ടൻ പറയുന്നുണ്ട് കേരളത്തിൽ ജോലി ചെയ്യാൻ ആർക്കും താല്പര്യമില്ല, എല്ലാവരും പുറത്തോട്ടൊക്കെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഇപ്പം തൊഴിൽ എന്ന് പറയുന്നത്, തൊഴിലില്ല എന്ന് ഞാൻ പറയില്ല, തൊഴിലുണ്ട്, പക്ഷേ തൊഴിലിന് മാന്യമായ അർഹിക്കുന്ന സാലറി ഇല്ല. ഇപ്പം ഒരുപാട് സ്കൂളുകളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പക്ഷേ അവർക്കൊന്നും അവർ ചെയ്യുന്ന ജോലി അത്രയും ആ ഒരു സാലറി അവർക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു 7,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് അതേ ജോലി പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു 20,000 രൂപ സാലറി കിട്ടുമെങ്കിൽ അവരങ്ങോട്ടല്ലേ പോവുള്ളൂ. അത് കേരളത്തിനകത്ത് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ ഇവിടുത്തെ ഒരു സാഹചര്യം ആ ഒരു രീതിയിലായതുകൊണ്ടാണ്. ഇവിടെ ആരുമില്ല, ഇവിടെ ആരും നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു പുറത്തുനിന്നുള്ള അന്യദേശ തൊഴിലാളികളാണ് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പം തൊഴിൽ ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ട് ഇവിടെ ആരുമില്ല. കാര്യം ഇവിടുത്തെ സാഹചര്യം വളരെ മോശമാണ്. ശമ്പളം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജീവിത ചിലവ് കൂടുതലും വരുമാനം വളരെ കുറവുമായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. ഏതൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പഴയ യൂത്തൊക്കെ കുറേ കൂടെ വിപ്ലവ വീരുകളെ തെരുവിലേക്ക് ഇറങ്ങുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നതായിരുന്നെങ്കിൽ ഇന്ന് അതല്ല ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് ഇതിനി മാറുമോ എന്നുള്ളൊരു സംശയം കൊണ്ടോ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്നുള്ള ചിന്ത കൊണ്ടോ ഒക്കെ അവരുടെ ഒരു കൊച്ചു ലോകത്തിലേക്ക്, ഒരു മൊബൈൽ ഫോണിൻ്റെ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ സൗഹൃദങ്ങളെ ചെറിയ ചെറിയ പോക്കറ്റുകളിലേക്ക് ഒതുങ്ങി. യൂത്തിനെ ചലനം സൃഷ്ടിക്കുന്നവരായി ഇന്ന് കേരളത്തിൽ നിങ്ങളധികം കാണുന്നില്ല, ഉണ്ടോ? ഈ കോളേജ് യൂണിയനിലൊക്കെയുള്ള കുറച്ച്, അല്ലെങ്കിൽ കോളേജിലെ പൊളിറ്റിക്സിലൊക്കെ, യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സിലൊക്കെയുള്ള കുറച്ച് ചെറുപ്പക്കാർ പാർട്ടികളുടെ സ്പോൺസർഷിപ്പിൽ നിൽക്കുന്ന ആളുകളല്ലാതെ പൊതുസമൂഹത്തിൽ അങ്ങനെ ഇറങ്ങുന്നില്ല. പഴയ പോലെ പ്രകൃതി സ്നേഹത്തിന് വേണ്ടിയിട്ട് പണ്ട് ഈ പറഞ്ഞ സൈലന്റ് വാലി ഒക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ തെരുവിൽ യുവാക്കളുണ്ടായിരുന്നു. ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥകളിലൊക്കെ യുവ തരംഗമായിരുന്നു അല്ലേ? ഓരോ ഗ്രാമങ്ങളിലൂടെയും അവർ ജാഥകൾ നടത്തുമായിരുന്നു. ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ ഈയിടെ ജാഥ നടക്കുന്ന മുഴുവൻ 60 വയസ്സിന് മുകളിലുള്ളവരാ. സ്ത്രീകൾ ഫോൺ ചെയ്താൽ കുറ്റം, സ്ത്രീകൾ അവിടെ നിന്നാ കുറ്റം, ഇവിടെ നിന്നാ കുറ്റം, ഇന്ന ഡ്രസ്സ് ധരിച്ചാൽ കുറ്റം, എല്ലാം സ്ത്രീകൾക്കാണ് കുറ്റം കേട്ടോ. പുരുഷന്മാർക്ക് കുറ്റമൊന്നുമില്ല. എന്തൊരു പ്രോബ്ലം വന്നാലും, ഇപ്പം എന്തെങ്കിലും ഒരു ഇല്ലീഗൽ റിലേഷൻ വന്നാലും അതിൽ സ്ത്രീയാണ് ആദ്യം കുറ്റം പറയുന്നത്. അവൾക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അവളുടെ പേരിലുള്ള ആ ഒരു കുറ്റം ഒരിക്കലും മാറത്തില്ല. പക്ഷെ അതിന് കൂട്ടുനിന്ന പുരുഷനെ കുറിച്ച് ആരും മെൻഷൻ ചെയ്യാറില്ല. അവൻ മാന്യനാണ്, അവന് അവളായിട്ട് കൊണ്ടുവന്നെയാണ്, അവളാണ് കുറ്റക്കാരി. പക്ഷേ പുരുഷൻ അവിടെ ഫ്രീ ആണ്, അവന് പ്രശ്നമൊന്നുമില്ല. ഏതൊരു ഞാൻ സ്ത്രീ പുരുഷൻ ആ ഒരു ഇതിപ്പോൾ ഫെമിനിസം ഒന്നും പറയല്ല കേട്ടോ. സ്ത്രീക്ക് എപ്പോഴും താങ്ങായിട്ടൊരു പുരുഷൻ സപ്പോർട്ട് വേണമെന്ന് വിചാരിക്കുന്ന ആൾ തന്നെയാണ്. എപ്പോഴും നല്ലൊരു ഫ്രണ്ട്, നല്ലൊരു പങ്കാളി, നല്ലൊരു വ്യക്തി നമുക്ക് ഷെയർ ചെയ്യാൻ വേണം. പക്ഷേ ഇതങ്ങനെയല്ല ഞാൻ പറയുന്നത്. സലീംകുമാർ പറഞ്ഞ ആ ഒരു ഡയലോഗിൽ ഞാൻ പറയുകയാണ്. കാര്യം അദ്ദേഹം വരുന്ന വഴിക്ക് പറവൂര് മുതൽ കോഴിക്കോട് വരെ നോക്കിയ സമയത്ത് ഒരൊറ്റ പുരുഷന്മാരുടെ ചെവിയിലും ഫോൺ കണ്ടില്ല. നടക്കുന്ന സ്ത്രീകളെ മൊത്തം ഫോൺ സംസാരിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ വളരെയധികം വേദന തോന്നി. കാര്യം എത്ര മോഡേൺ ആയെന്ന് പറഞ്ഞാലും സ്ത്രീകൾക്ക് നേരെയുള്ള ഈ അതിക്രമത്തിൽ ഒരു മാറ്റവും ഇല്ല. അവരെപ്പോഴും ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിൻ്റെ തെളിവാണല്ലോ 2 ദിവസം മുമ്പേ നടന്ന ആ ഒരു പ്രതിഷേധത്തിൽ ആ പോലീസ് ഓഫീസർക്ക് നേരിടേണ്ട അതിക്രമം. അത്രയും മാധ്യമങ്ങളുടെ മുമ്പിലും ക്യാമറയുടെ മുമ്പിലും അവൻ അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടായത് സ്ത്രീയാണ് എന്നുള്ളൊരു പരിഗണന ആ ഒരു രീതിയിലല്ലേ. അവർക്ക് എല്ലായിടവും തുല്യത വേണമെന്ന് പറഞ്ഞിട്ട് എങ്ങും അത് കിട്ടുന്നില്ല. ഈ ഒരു മോഡേൺ യുഗത്തിൽ എന്തിനാണ് ഇങ്ങനെ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? പുരുഷന്മാർക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സ്ത്രീകൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പോലും സ്ത്രീയാണ്, സ്ത്രീ അബലയാണ് എന്നൊരു തരത്തിലേക്ക് പോകുന്ന ഒരു അമ്മാവൻ വൈബാണ് കേട്ടോ എല്ലാവർക്കും ഉള്ള. സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര വികസനത്തിലേക്ക് കുതിക്കാൻ ശ്രമിച്ചിട്ട് നമുക്ക് അത് സാധിക്കാതെ പോകുന്നത്. നമ്മുടെ മെൻറ്റാലിറ്റി മാറണം. നമ്മുടെ ആ ഒരു രീതിയിൽ നമുക്ക് മാറ്റം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് പോലും ആ ഒരു പുരോഗതി നേടാനായിട്ട് സാധിക്കുള്ളൂ. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, മോദിക്ക് പോലും ഇല്ലല്ലോ ഇത്രയും ഫോൺ കോളെന്ന്. അതിൽ മനുവിൻ്റെ റിയാക്ഷൻ ചാനലിൽ മനു പറയുന്ന ആ ഒരു ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം മോദിക്ക് ഫോൺ കോൾ എടുക്കേണ്ട ആവശ്യമില്ല, അതെടുക്കാനായിട്ട് PA ഉണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഫോൺ കോൾ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഫിലിം ആർട്ടിസ്റ്റുകൾക്കൊക്കെ അവർക്ക് ഫോൺ എടുക്കാനായിട്ട് മാനേജേഴ്സ് ഉണ്ട്. നമുക്കവരില്ല. നമുക്ക് നമ്മുടെ കോളുകൾ നമ്മൾ തന്നെ എടുക്കണം.
അപ്പം അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മറുപടി കൊടുത്ത് നല്ല രീതിയിൽ സ്ത്രീകളെ അനുകൂലിച്ചുകൊണ്ടാണ് കേട്ടോ മനു ആ ഒരു ഇതിൽ പറയുന്നത്. മൊബൈൽ ഫോണിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും മൊബൈൽ യൂസ് ചെയ്യേണ്ട രീതി അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. കൊച്ചു കുട്ടികൾക്ക് മൊബൈൽ യൂസ് ചെയ്യുന്നത് തെറ്റാണ് എന്നിരുന്നാലും പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ഇന്ന് അറിയാലോ എവിടെയാണ് നമുക്ക് അപകടം എന്നറിയത്തില്ല. അപ്പോൾ അവിടെയൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേഷന് പറ്റുന്നൊരു മാർഗം മൊബൈലാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ലൈവിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ധൈര്യമുണ്ട്. ഞാനിപ്പം നിങ്ങളെ ഈ ലൈവ് ഇട്ട് ഇപ്പോൾ എല്ലാവരെയും കാണുമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സെക്യൂറാണ്, നമ്മളവിടെ സെക്യൂറായി മാറുകയാണ്. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളും ഉണ്ട് ഈ ഫോണിൽ. അപ്പം ഫോണിനെ ദൂഷ്യമായിട്ട് ചൂഷണം ചെയ്യാതെ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം എത്രയേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ്സ് രൂപത്തിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.